വേറെ വളരെ രസകരമായ ഓരോ അക്കൗണ്ടിലും ഓരോ സെക്ഷന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിനും വേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന ചെലവുകൾ ബജറ്റിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക വകുപ്പുണ്ട്, മിസലേനിയസ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞു. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഇല്ലായിരുന്നു. മിസലേനിയസ് എന്നൊരു ഐറ്റം കാണും, പക്ഷെ മിസലേനിയസ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞ് തീറ്റി പോറ്റാനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ മിസലേനിയസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? അപ്പൊ നമ്മുടെ ഒരു യുക്തിസഹമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഖജനാവിലേക്ക് പോകേണ്ട പല പണവും വഴിമാറി പോകുന്നത് ഈ മിസ്ലേനിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ എന്നെനിക്കൊരു സംശയം തോന്നാറുണ്ട്. ഉദാഹരണത്തിന് കേരളീയത്തിന് വേണ്ടി സ്പോൺസർഷിപ്പ് വഴി കളക്ട് ചെയ്തത്, നവകേരള സദസ്സിന് വേണ്ടി കളക്ട് ചെയ്തത്, ഇപ്പൊ മുഖാമുഖം പരിപാടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ അതിന്റെ സ്പോൺസർഷിപ്പ് കണ്ടെടുക്കുന്നതും പണം പിരിച്ചെടുക്കുന്നതും ഒക്കെ. ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഫണ്ടിനെ പറ്റി ചോദിക്കുമ്പോൾ, അതായത് എന്താണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ചോദിച്ചാൽ പോലും കിട്ടിയില്ല, ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെ വളരെ നിസ്സംഗത പൂണ്ട ഉത്തരമാണ് അസംബ്ലിയിൽ പോലും പറയാറുള്ളത്, ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു സംശയം തോന്നുകയാണ്, ഈ മിസ്ലേനിയസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഡിപ്പാർട്ട്മെന്റായി പേഴ്സോണിഫൈ ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഇതൊക്കെ സൂക്ഷിച്ച് കയറി ചെല്ലുന്നത്, അവിടെയാണോ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷെ ആ കാരണങ്ങളിൽ ഉദാഹരണത്തിന് നമുക്ക് പറയാം, റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥരെയൊക്കെ വലിയ ശമ്പളവും സൗകര്യങ്ങളും കൊടുത്ത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നു, അവർക്ക് വലിയ ക്യാബിനറ്റ് പദവി നൽകുന്നു എന്നൊക്കെ പറയുന്നത് സാധാരണ രീതിയിൽ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് മാത്രവുമല്ല, കേരളം അത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് ചൂഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് അതൊക്കെ അതിന്റെ ആഴം വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്ലേനിയസ് ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്താണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു മിസ്ലേനിയസ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൂടും. അതായത് ഇങ്ങനെ പുതിയ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തുക, പുതിയ അതായത് ഇപ്പൊ നമുക്കറിയാം, സാധാരണ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്ന ചെലവുകളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ ഐറ്റംസ് അതിന്റെ ചെലവ് പട്ടികയിൽ വരുന്നു. ഉദാഹരണം കേരളീയം, നവകേരള സദസ്സ്, മുഖാമുഖം, ഇതൊക്കെ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പുതിയ വെഹിക്കിൾസ് വാങ്ങുക, ഇങ്ങനെ പല ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റിൽ വരികയാണ്. എന്നിട്ട് കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുക. അപ്പൊ ഒരു കാര്യം ഓർക്കുക, റവന്യൂ ഡെഫിസിറ്റ് നികത്താനല്ല കടം എടുക്കേണ്ടത്. ഒരു സാധാരണ സാമ്പത്തിക ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കടം എടുക്കുന്നത് എന്തിനാണ്? മൂലധന ചെലവിന് വേണ്ടി. അതായത് റവന്യൂ കമ്മിക്കല്ല, ധനക്കമ്മി നികത്താനാണ് സാധാരണ രീതിയിൽ കടമെടുക്കുക. ധനക്കമ്മി നികത്താൻ കടമെടുത്താൽ ആ കടമെടുക്കുന്ന ഫണ്ട് എന്തിനാണ് വിനിയോഗിക്കേണ്ടത്? അത് FRBM ആക്ട് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം നീതിയുക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒന്ന്, ധനക്കമ്മി നികത്താൻ വേണ്ടി കടമെടുക്കുന്നു എങ്കിൽ അത് മൂലധന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കണമെന്നാണ്. മൂലധന ആവശ്യം എന്ന് പറഞ്ഞാൽ അതായത് സാമൂഹ്യ മൂലധനം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, മെഡിസിൻ, ആരോഗ്യം എന്നീ മേഖലകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം, അതുപോലെ തന്നെ ഭൗതിക മൂലധനം, അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, അതുപോലെ തന്നെ ബ്രിഡ്ജ്, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം, റെയിൽ, ഇങ്ങനെയുള്ള എല്ലാത്തരം മൂലധനവും, അതായത് നമ്മുടെ അടിസ്ഥാന ഭൗതിക അടിസ്ഥാന മൂലധന വികസനം, ഈ 2 തരം മൂലധന വികസനത്തിന് വേണ്ടിയാണ് ധനക്കമ്മി നികത്താൻ വേണ്ടി കടമെടുക്കുന്നത്. അത് നമ്മുടെ നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% ധനക്കമ്മി നികത്താനായിട്ട് കടമെടുക്കാവുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ മൂലധന ചെലവിന് വേണ്ടി മാത്രം ചെലവഴിക്കണമെന്നാണ്. പക്ഷെ കേരളത്തിൽ എന്താണ്, കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ മാത്രം, കേരള ഇക്കോണമിയുടെ പോക്കിനെ പറ്റി നന്നായിട്ട് വിശകലനം ചെയ്യുന്നവർക്ക് അറിയാം, പലപ്പോഴും മൂലധന ചെലവിന് വേണ്ടി എടുക്കുന്ന കടം, ആ കടം എടുക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത് പലിശ കൊടുക്കാനാണ്. അതായത് റവന്യൂ കമ്മി നികത്താനും പലിശ കൊടുക്കാനും വേണ്ടിയാണ്. FRBM ആക്ട് ആവശ്യപ്പെടുന്നത് പലിശയ്ക്ക് വേണ്ടി
റവന്യൂ, അതായത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 10% കൂടുതൽ ചെലവഴിക്കരുത് എന്നാണ്. പക്ഷേ കേരളത്തിലെ 2024-25 ബജറ്റ് നോക്കിയാൽ നമുക്കറിയാം അതുപോലെ CAGയും അത് തന്നെ ശരി എന്ന് പറയുന്നു. അതായത് 20% നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 20% പലിശയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത്. അതൊക്കെ FRBM ആക്ട് അനുസരിച്ച് കുറ്റകരമാണ്. അതുകൊണ്ടൊക്കെയാണ് കേന്ദ്രം കടമെടുക്കലിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സംസ്ഥാനം അതായത് കുറച്ചൊരു ലിബറലായിട്ട് ചിന്തിക്കുന്നവർ കടം എടുക്കട്ടെ എന്ന് പറയാം. പക്ഷെ കടം എടുത്തു കഴിഞ്ഞാലോ ആ എടുക്കുന്ന കടം റവന്യൂ കമ്മി നികത്താൻ വേണ്ടി, അതായത് ഈ പറയപ്പെട്ട ക്യാബിനറ്റ് പൊസിഷനിലേക്ക് വന്നു കയറിയിരിക്കുന്നവർക്ക് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും ഓഫീസും മറ്റെല്ലാ ആഡംബര സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ആകരുത് ഈ പണം ഉപയോഗിക്കുന്നത്. ഈ പണം സാമൂഹ്യ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്ക് വേണ്ടിയായിരിക്കണം ചെലവഴിക്കുന്നത്. അതിനുള്ളൊരു സാധ്യത കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. കാരണം 2.1% ആണ് റവന്യൂ കമ്മി. 2.1% റവന്യൂ കമ്മി എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കണം, FRBM ആക്ട് വന്ന ആ സമയത്ത് തന്നെ ആ നിയമത്തിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധി 5 വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് 0 എന്നാണ്. 2002 2003 തൊട്ട് നാം ശ്രമിക്കുകയാണ് റവന്യൂ ഡെഫിസിറ്റ് 0 എന്നിട്ട് ഇപ്പോഴും 2.1%. റവന്യൂ ഡെഫിസിറ്റ് 2.1% എന്ന് പറയുന്നത് ഏതിന്റെ 2.1% നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ അഥവാ GSDP-യുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 2.1% നിലകൊള്ളുകയാണ് ഇപ്പോഴും. അത്ര ഉയർന്ന റവന്യൂ കമ്മി നിലനിൽക്കുമ്പോൾ ഇനിയും കൂടുതൽ കടമെടുക്കണം, 13,609 കോടി കൂടി കടമെടുക്കണം, എങ്കിലേ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തട്ടിമുട്ടി പോകാൻ ഒക്കൂ എന്ന് ഗവൺമെന്റ് വാശി പിടിക്കുന്നത് തീർച്ചയായിട്ടും ദുരുദ്ദേശപരമാണ്. എന്ന് വെച്ചാൽ ലക്ഷ്യം പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6 മാസത്തെ കൊടുത്തിട്ടില്ല. അതുപോലെ സമസ്ത മേഖലകളും അതായത് പണമില്ലാത്തത് കൊണ്ട് വെറുതെ വിറങ്ങലിച്ച് കിടക്കുകയാണ്. അങ്ങനെ അതായത് മെഡിക്കൽ കോളേജ് തൊട്ട് നമ്മൾ എവിടേക്ക് നോക്കിയാലും, അതായത് ട്രൈബൽ സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പുകൾ പോലും മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അവർ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ഇത്ര ശോച്യമായ ഒരവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനത്തെ തള്ളിയിട്ടിട്ട് ഇത്ര ഗർവോടുകൂടി നടക്കുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാണുമ്പോൾ കഷ്ടമേ, അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ എന്ന് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ഈ കൊച്ചു കേരള തരുണിയോട് പറയാനാണ് എനിക്ക് തോന്നുന്നത്.